അടുത്ത കാലത്ത് ഈ രാജ്യം കണ്ട ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിലെ അസ്വാഭാവികത അത് ഈ രാജ്യം ഏറെ ചർച്ച ചെയ്ത ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെതിരെ പലരും വിവിധ കോടതികളെ സമീപിക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്നുള്ളൊരാവശ്യം ആദ്യം തന്നെ പല കോണുകളിൽ നിന്നും വന്നതുമാണ്. ഇപ്പോഴിതാ ആ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി പോയിരിക്കുന്നു. വ്യാപകമായ ക്രമക്കേട് നടന്നുവെന്നും അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്നുമാണ് ഹർജിയിൽ ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് അറിയേണ്ടത് അറിയിക്കുക തന്നെ വേണം. വെറും ശതമാനക്കണക്കല്ലാതെ എത്ര പേർ വോട്ട് ചെയ്തു എന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ അത് വ്യക്തമാക്കണം. അതുപോലെ ഫോം 20 പ്രസിദ്ധീകരിക്കാൻ നിർദ്ദേശിക്കുകയും വേണം. മാത്രമല്ല, ക്രമക്കേടുകൾ നടന്നു എന്നത് പകൽ പോലെ വ്യക്തമായ ഒരു സ്ഥിതിക്ക് അത് നിയമപരമായി വളരെ വ്യക്തമായ ഒരു സാഹചര്യത്തിൽ ക്രമക്കേടുകളിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. സാധാരണ രാഷ്ട്രീയക്കാർ നിയന്ത്രിക്കുന്ന പോലീസ് സംവിധാനങ്ങളും കേന്ദ്ര അന്വേഷണ ഏജൻസികളൊന്നും അന്വേഷിച്ചാൽ പോരാ, കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തെളിയുന്നതിന് മുൻപ് സത്യപ്രതിജ്ഞ നടത്താൻ 20-ന് തീരുമാനിച്ചിരിക്കുന്നു. ആ 20-ാം തീയതിയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തടയണമെന്നുള്ളതും ഇതിൽ ആവശ്യമുന്നയിച്ചിരിക്കുകയാണ്. പൊതുപ്രവർത്തകൻ സാബു സ്റ്റീഫനാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. അതായത് കുറുക്കുവഴിയിലൂടെ ജനാധിപത്യ പ്രക്രിയയെ മുഴുവൻ അട്ടിമറിക്കുകയായിരുന്നു ബീഹാറിൽ BJP ചെയ്തത് എന്ന് രാജ്യത്ത് വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. BJPയുടെ വിജയത്തിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ SIR എന്ന പേരിൽ നടന്ന വോട്ടർ പട്ടിക ശുദ്ധീകരണം തന്നെയാണ്. ഈ പ്രക്രിയയിലൂടെ, ഈ ശുദ്ധീകരണത്തിലൂടെ ഏകദേശം 67 ലക്ഷം മുതൽ 90 ലക്ഷം വരെയുള്ള വോട്ടർമാരെ ആ പട്ടികയിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അത് BJPക്ക് വേണ്ടിയാണ് ചെയ്തത്. 2020-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 12,800 വോട്ടുകളുടെ മാത്രം വ്യത്യാസത്തിലാണ് മഹാസഖ്യത്തിന് ഭരണം നഷ്ടമായത്, ഇന്നത്തെ ഇന്ത്യ സഖ്യത്തിന് ഭരണം നഷ്ടമായത്. അങ്ങനെ നഷ്ടമായ ഭരണം എന്നിരിക്കെ SIR-ലൂടെ ആ അന്തരം 90 ലക്ഷമാക്കി മാറ്റിയാണ് 2025-ലെ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇത് BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കളമൊരുക്കിയതാണ്. തങ്ങൾക്കനുകൂലമായ വോട്ടുകളെ വോട്ടർ പട്ടികയിൽ നിലനിർത്തി അനുകൂലമല്ലാത്തവയെ ഒഴിവാക്കുന്ന തന്ത്രപരമായ ഒരു തെരഞ്ഞെടുപ്പ് എഞ്ചിനീയറിംഗ് വൈഭവമാണ് BJP പുറത്തെടുത്തിരിക്കുന്നത് ബീഹാറിൽ. അതുവഴിയാണ് ഈ വിജയം ലഭിച്ചിരിക്കുന്നത്. അതിനായി ഈ രാജ്യം ഇന്നുവരെ കണ്ടിട്ടില്ലാത്തതും ചെയ്യാത്തതുമായ ഇടപെടലിലൂടെ എല്ലാ സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്യുകയായിരുന്നു. SIR-ന് ശേഷം 7,42,00,000 വോട്ടർമാർ എന്നതായിരുന്നു കണക്ക്. എന്നാൽ 7,45,00,000 വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടതായി വിവരം ലഭിച്ചിരിക്കുന്നു. അധികം പോൾ ചെയ്യപ്പെട്ട 3 ലക്ഷം വോട്ടുകൾ എത്ര മണ്ഡലങ്ങളിൽ പാർട്ടി ജയിക്കുമെന്നത് നമുക്കറിയാം. അതായത് 3 ലക്ഷം വോട്ടുണ്ടെങ്കിൽ എത്രയോ മണ്ഡലങ്ങളിൽ എത്രയോ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ കഴിയും. പക്ഷേ ആ 3 ലക്ഷം വോട്ടുകൾക്ക് ഇതുവരെ കണക്ക് പറഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് CPIML നേതാവ് ദീപാങ്കർ ഭട്ടാചാര്യയുടെ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവർക്കതിന് ബാധ്യതയുണ്ട്. പ്രതിപക്ഷവും നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കുകയും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയും ഒക്കെയാണ്. അതിനിടെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പരാതി പോയിരിക്കുന്നത്. അതെല്ലാം ചേർത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ BJPക്ക് വേണ്ടിയുള്ള എല്ലാ ലീലാവിലാസങ്ങളും സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയാൽ കോടതി എന്ത് നിലപാടെടുക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. ഏതായാലും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് എന്ന് ഈ രാജ്യത്തെ വലിയൊരു ശതമാനം ആളുകളും വിശ്വസിക്കുന്നു. സുപ്രീം കോടതിയിൽ വരെ പരാതികൾ നിറയുകയും ചെയ്യുന്നു. അങ്ങനെയിരിക്കെ ജനാധിപത്യത്തിൻ്റെ നിഷ്പക്ഷതയും സത്യസന്ധതയും തെളിയിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബാധ്യതയായി മാറിയിരിക്കുന്നു.